പടച്ചവനെ ജോലിക്ക് പോയാൽ, കടയിലേക്ക് പോയാൽ, വാഹനത്തിൽ കയറിയാൽ, മക്കളെ സ്കൂളിൽ വിട്ടാൽ, റോഡിലിറങ്ങിയാൽ, ഏത് കാര്യത്തിനും നിങ്ങൾ പറയണം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇന്ന് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് പറയണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറയണം, കിടന്നുറങ്ങുന്ന സമയത്ത് പറയണം. നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളിലും നിങ്ങൾ തവക്കൽതു അലല്ലാഹ് പറയണം. ആരോടാണ് പറയേണ്ടതെന്നറിയുമോ? ഖുർആൻ പറയുകയാ. ആരോടാണ് പറയേണ്ടത്? വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്. ഒരിക്കലും മരിക്കാത്ത റബ്ബിനോട്, ഒരിക്കലും മരണമില്ലാത്ത റബ്ബിനോട്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തകരുമല്ലോ. ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, ഏത് കൊട്ടാരത്തിന്റെ ഉള്ളറകളിൽ ഇരിക്കുന്നവനാണെങ്കിലും, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ഒരു ദിവസം നശിക്കുമല്ലോ. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഖുർആൻ എവിടെന്ന് പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യൻ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്, നക്ഷത്രങ്ങൾ മഴത്തുള്ളികൾ വീഴുന്നത് പോലെ തീമഴ പെയ്യുകയാണ്. പടച്ചവനെ, ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തകർന്ന് തരിപ്പണമാവുകയാ. അവസാനം ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ടുപേര്. ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ, പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹ്. അങ്ങനെ രണ്ടുപേര് മാത്രമാണ് അവശേഷിക്കുന്നത്. അല്ലാഹു ചോദിക്കുന്നു, അസ്റായീലേ, ഇനി ആരാ പോകേണ്ടത്? ഇനി ആരാ പോകേണ്ടത്? അല്ലാഹുവേ, ഞാനാണ് പടച്ചവനെ, ഞാനാണ് പടച്ചവനെ. അസ്റായീലും അങ്ങനെ മരിക്കുകയാ. അല്ലാഹു മാത്രമല്ലേ ഈ ദുനിയാവിലുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ മരണമില്ലാതെ ഇരിക്കുന്ന ഏക വ്യക്തി അല്ലാഹുവാ. അതുകൊണ്ട് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് ആ പടച്ച റബ്ബിനെയാണ്. ആ റബ്ബിന്റെ കയ്യിലാണ് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഒരിക്കലും മരണം ബാധിക്കാത്തവനായ, എന്നും ജീവിച്ചിരിക്കുന്നവനായ പടച്ച റബ്ബിനെയാണ് നീ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്.